നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. ലോക 2 ലോക ചന്ദ്ര എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ട്, ചാപ്റ്റർ 1 ചന്ദ്ര, മലയാള സിനിമയിലെ എക്കാലത്തെ റെക്കോർഡുകൾ എല്ലാം തകർത്തുകൊണ്ട് മുന്നേറുന്നു. ഭയങ്കരം യുനാനിമസ് ആയിട്ടുള്ള ഏകപക്ഷീയമായ ഗംഭീര വിജയം നേടി. ഇപ്പോഴും ഒരു മാസം തികയുമ്പോഴും ഇപ്പം ഇറങ്ങി എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടും ഈ സിനിമയാണ് ഇപ്പോഴും ടോപ്പ് എന്നുള്ളതാണ്. എത്ര ക്ലാഷ് അടിച്ചിട്ടും എല്ലാ ക്ലാഷിനെയും മറികടന്ന് ലോക പറക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു. ഞാൻ ഇന്നേ വരെ നമ്മൾ പല ടീസർ, ട്രെയിലർ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ കണ്ടുണ്ടെങ്കിലും ഇത്രയും കിടുകാച്ചി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക. ദുൽഖറും ടോവിനോടും ഇരുന്നുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ കഥാപാത്രങ്ങളാണ്. ഒരാൾ ഒടിയനും, അതൊന്നും ഇനി സ്പോയിലർ അല്ലല്ലോ, ഒരാള് ചാത്തനുമാണ്. ഈ ചാത്തനും ഒടിയനും ഇരുന്നുകൊണ്ടുള്ള സംസാരം എന്തൊരു സിനിമ കാണുന്ന പോലെ നമുക്കിരുന്ന് കാണാതെ. കുറച്ച് ഒരു 2 മിനിറ്റോ കണ്ടേ ഉള്ളൂ, പക്ഷെ അത് സിനിമ കാണുന്ന പോലെ ഞാനൊരു 4-5 വട്ടം കണ്ടു. പലരും കണ്ടു കാണും, നിങ്ങൾ കമന്റ്സിൽ 4-5 വട്ടം കണ്ടവർ കാണും. സിനിമ കാണുന്ന പോലെ കാണാം. അത്രയും ഉണ്ട്. ഡീകോഡ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്, അതായത് ഹിറ്റ്ലറിനെ കൊന്നത് താനല്ലയോ, അതായത് ടോവിനോ ദുൽഖറിനെ ഹിറ്റ്ലറിനെ കൊന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് ലേയേഴ്സ്, ഡൊമിനിക് അരുണോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിന്റെ കൂട്ടത്തിൽ തയ്യാറെഴുതിയ ശാന്തി ബാലകൃഷ്ണനൊക്കെ അപാര ബ്രെയിനാണ്. ഇവരാരും ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടൊക്കെ ഗംഭീരമായിട്ടായിരിക്കും. ഇപ്പം ഫസ്റ്റ് പറഞ്ഞേക്കാട്ട് ഗംഭീരമാക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുള്ള ഉറപ്പാണ്. ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഒരുപാട് താരങ്ങൾ വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വലിയ വലിയ തെലുങ്കിലെയും ഹിന്ദിയിലെയും ഒന്നും താരങ്ങളെ കൊണ്ടൊന്നും അല്ലായിരിക്കും. പക്ഷെ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇപ്പം സാൻഡി മാസ്റ്ററിന്റെ കൂട്ട്, ചാപ്റ്റർ 1 സാൻഡി മാസ്റ്ററിന്റെ കൂട്ടത്ത് ഒരുപാട് താരങ്ങൾ കാണും. ആ റോളിന് പറ്റുന്ന താരങ്ങളെ ലോക 2-ൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. 100%. ഇഷ്ടം പോലെ തമിഴിലും തെലുങ്കിലും ഒക്കെ താരങ്ങൾ വരും. പക്ഷെ വലിയ പ്രശസ്തരാകണമെന്നില്ല. പക്ഷെ ആ കഥാപാത്രത്തിന് പറ്റിയ താരങ്ങൾ ഒരുപാട് വരും. മാത്രമല്ല, ടോവിനോനകത്ത് പറയുന്ന കാര്യം, ടോവിനോയും ദുൽഖറും ഉണ്ടെന്നുള്ളത് കൺഫേം, മമ്മൂട്ടി ഉണ്ടെന്നുള്ളത് മൂത്തനായിട്ടുള്ളത് കൺഫേം ആണ്. ഇതൊക്കെ കൺഫേം ആയ പടമാണ്. അന്നേരം ടോവിനോ പറയുന്ന മറ്റൊരു കാര്യം, എൻ്റെ മൂത്ത ആള്, അതായത് എൻ്റെ സഹോദരൻ. അന്നേരം ടോവിനോ ഒരു ഡബിൾ റോൾ ആയിരിക്കാം. ഡബിൾ റോൾ എന്ന് പറയുന്നത് ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം. അന്നേരം ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരു വിസ്മയം തീർക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ടെക്നിക്കൽ ക്രൂ ഇതിൻ്റെ ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ ക്രൂ ആണ്. അവര് അതുപോലെ പണിയെടുത്താൽ മലയാള സിനിമയുടെ ഒരു വിസ്മയം തീർക്കും ലോക എന്നുള്ളതിൽ ലോക 2. 1 വിസ്മയം തീർത്ത്, 2 ബാഹുബലി എന്നറിയില്ലേ, സംഭവമായ ബാഹുബലി പോലെ നമുക്ക് തകർത്താഘോഷിക്കാം. മലയാള സിനിമയ്ക്ക് ഒരു ഹോളിവുഡ് ലെവലിലോട്ട് വരട്ടെ. അതിനെ അവർക്ക് സാധിക്കട്ടെ. ഗംഭീരമായിട്ട് മേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ എല്ലാ ചാൻസുകളും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഡൊമിനിക് അരുണും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു പടം കഴിഞ്ഞിട്ട് വിജയിച്ചതിൻ്റെ ഒരു തള്ളലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെല്ലാ ടെക്നീഷ്യന്മാരും ഒന്നിച്ച് നിന്ന് ഗംഭീര ആർട്ടിസ്റ്റുകളൂടെ കയറുമ്പോഴത്തേന് ഈ സിനിമ ഗംഭീരമായിരിക്കും. ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ വരാൻ ചാൻസ് ഉള്ള സിനിമയായി മാറി. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കലക്കി. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുമെന്ന്. എന്തായാലും വ്യക്തമായ പ്ലാനിങ് ഉണ്ട് വേഫെയർ ഫിലിംസിന്. എന്തായാലും 5 ചാപ്റ്ററുകൾ വരും എന്നുള്ളത് എന്തായാലും സെക്കൻഡ് ചാപ്റ്ററിനെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. എങ്കിൽ പോലും ഉറപ്പിച്ചു പറയാം, ഒരിക്കലും മോശമാകത്തില്ല. അതിഗംഭീരമാകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഇട്ടേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.